വരൂ മുസ്തഫ. ബിസിയാണോ? ആളെ കാണാനേ ഇല്ല. നാളെ മുതലാ തിരക്ക്. എന്താ? ആ ഹനുമാന്റെ അസിസ്റ്റന്റ് ആയിട്ടേ വാലൊക്കെ ഇങ്ങനെ വീശി വീശി. ചിരിക്കാൻ പറ്റുന്നില്ല മുസ്തഫ. എന്തുണ്ടായി മൈഥിലി? ഞാൻ പോവാണ് മുസ്തഫ. പോവാന്നോ? ഞാൻ ശരത്തിനെ വിട്ടിട്ട് പോവാണ് മുസ്തഫ. എന്തിന്? 10 വർഷം കൊണ്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്നെ കല്യാണം കഴിച്ച് സന്തോഷിപ്പിക്കാനായിരുന്നു. ഞാനില്ലെങ്കിലും സാരമില്ല മുസ്തഫ. ശരത്ത് ഡയറക്ടർ ആവണം, എല്ലാവരും ബഹുമാനിക്കണം. അങ്ങനെ ഒരു അന്തസ്സോടെ ഞാൻ ശരത്തിനൊപ്പം ജീവിക്കും. ഞാൻ പോയെന്ന് പറഞ്ഞേക്ക് വേറൊന്നും പറയണ്ട. വിഷമം ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവണം മുസ്തഫ. എന്തായി മുസ്തഫ, മൈഥിലിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പ്രഷർ കൂടിയതാ. മൈഥിലിക്ക്? ഏയ് അങ്ങനെയൊന്നുമില്ല. മൈഥിലി കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നടാ. അല്ല, നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? അത് അച്ഛനൊരു കൂട്ടുവേണമെന്ന് പറഞ്ഞ് മൈഥിലി അവരോടൊപ്പം പോയടാ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അത്? മൈഥിലി ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോയത്. ദൈവം ഇങ്ങനെ ഓരോരുത്തരെ അയച്ച് എന്റെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്കെന്തിനാ ഇത്ര വലിയ ശിക്ഷ? എനിക്കറിയില്ല. ശരത്തെ, സർ, ഇയാളെന്തിവിടെ? വാ, എന്റെ കൂടെ വാ. വേണ്ട സാർ, ഞാൻ വരാനല്ലേ പറഞ്ഞത്? എന്തു പറ്റിയിടൂ തനിക്ക്? വിഷമിക്കണ്ടു. തന്റെ സമയദോഷം എല്ലാം മാറാൻ പോവാ. തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ശരത്തെ. തന്റെ മനസ്സിലുള്ള സിനിമ താൻ ധൈര്യമായിട്ട് എടുക്ക്. അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഞാൻ റിലീസ് ചെയ്യാൻ പോവാ. സിനിമയെ സ്നേഹിക്കുന്നവൻ ബിസിനസ് മനസ്സിലാക്കിയിട്ട് സിനിമ എടുത്തെങ്കിൽ മാത്രമേ ആ സിനിമ വിജയിക്കൂ. സിനിമയിൽ സ്ഥിരം സുഹൃത്തുക്കളില്ല ശരത്തെ. അതുപോലെ തന്നെയാണ് ശത്രുക്കളുടെ കാര്യവും. ബിസിനസ്സുകാർ പക്ഷെ എപ്പോഴും ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയവരാണ് സിനിമയിൽ ഇന്ന് പേരും പ്രശസ്തിയുള്ളവരൊക്കെ. സിനിമയിൽ വളഞ്ഞ വഴിയിലൂടെ മുന്നേറിയ 1000 കുട്ടപ്പന്മാരുണ്ടാവും. ഒരു തെറ്റുപോലും ചെയ്യാത്ത തന്നെ പോലുള്ളവരും ഉണ്ടാവും. എപ്പോഴും ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. കുട്ടപ്പന്റെ ഇപ്പോഴത്തെ ടൈം വെച്ച് അവനെ യൂസ് ചെയ്താൽ തനിക്ക് നല്ലൊരു പൊസിഷനിലെത്താം. എന്തായാലും പടം ചെയ്യണം. കുട്ടപ്പൻ വെച്ച് ചെയ്യണമെന്ന് കമ്പനിയില്ല. ഇല്ല സാർ, ഇതൊരു പാഠമായെടുത്ത് ഞാൻ ചെയ്യാം. അറിവ് വളരുന്നതിനൊപ്പം മനസ്സും വളരണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സാറിനെ ഞാൻ വിശ്വസിക്കാം. ഈ പടം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം സാർ. ഗുഡ്. നമ്മുടെ കമ്പനി അസോസിയേറ്റ് ഡയറക്ടർ സന്താനവും മാനേജറും താൻ എടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് തൻ്റെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ പോയി ആ കുട്ടപ്പനെ ഒന്ന് ഫോർമലായിട്ട് കണ്ടിട്ട് വരുന്നത് എന്താ കുഴപ്പം? ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സാറേ, എന്തായി പ്രൊഡ്യൂസർ ബാലാജി വിളിച്ച് ശല്യം ചെയ്യുക. അദ്ദേഹമാണ് നമുക്ക് ഇതുപോലൊരു ലൈഫ് വന്നത്. നമ്മളും അയാൾക്ക് ലൈഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ആ ശരത്തിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എന്താ ശരത്തിന് അയച്ചിട്ടുണ്ടോ? എടാ നിക്കടോ, ഇപ്പൊ നമ്മൾ മണ്ടത്തരം കാണിക്കാൻ പാടില്ല. ശരത്ത് ബുദ്ധിമാനാ. അവന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കും. അതെന്റെ പടമാക്കി മാറ്റി എനിക്ക് ജയിക്കണം. ബാലാജി സാറിനോട് എനിക്ക് നന്ദി കാണിക്കണ്ടേ? വലിയ തലവേദന ഈ നന്ദി എന്ന് പറയുന്നതൊക്കെ ആദ്യം തീർക്കണം. ആ ശരത്ത് വന്നെങ്കിൽ അവനോട് വെയിറ്റ് ചെയ്യാൻ പറ. എന്റെ വെയിറ്റ് എന്താണെന്ന് അവനൊന്ന് അറിയട്ടെ. വീട് മുഴുവനും കാണിച്ചു കൊടുക്കും. കാണിച്ച് ഞാൻ വഴിയാക്കി തരാം. ഈ മണ്ണിൽ എന്തിന് ഞാൻ ജനിച്ചു? വണ്ടി കഴുകാൻ വേണ്ടി. യൂണിഫോം എന്തിയാടാ? വണ്ടി കഴുകാൻ എന്തിനാ യൂണിഫോം? കൂടുതൽ ജാട കാണിക്കേണ്ട, വണ്ടി കഴുകാൻ നോക്ക്. വന്ന് കേറിയില്ല.
ആ വരുന്നത് ആരാന്നറിയോ? അർദ്ധരാത്രി കുട പിടിക്കുന്നവൻ. ഹായ് ശർമ്മ, ഹൗ ആർ യു? ആ കഴിഞ്ഞു കൂടുന്നു. തുടങ്ങി. അല്ല ചെമ്മീൻ പടം മുതൽ ക്ലാപ്പ് അടിയാണല്ലോ. എന്നാ പടം ഡയറക്റ്റ് ചെയ്യാൻ പോണേ? നീ കാശ് മുടക്ക്, ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ഏ ഈ പേടി എല്ലാ പ്രൊഡ്യൂസേഴ്സിനും കാണുമല്ലോ. അല്ല, നിന്റെ നേതാവ് എവിടെ? കാണിക്കാം. കാണിക്കേ. ദർശനത്തിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാലാജി സാറിന് വേണ്ടി മെഗാസ്റ്റാർ ഒരു പടം ചെയ്യുന്നുണ്ട്. മറ്റു പടങ്ങൾ പോലെ ഈ കഥ കത്തിരിക്കാൻ ഡയറക്ടർ ഇതൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല. അതിലും മുഖ്യം, ഈ മെഗാസ്റ്റാറുമായിട്ട് സംസാരിക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ പേടിയും വായിൽ ബഹുമാനവും സ്പ്രെഡ് ചെയ്യണം. ചുറ്റി വളയ്ക്കുന്നില്ല. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവന്റെ കഷണ്ടിക്ക് പറ്റിയത് കല്ലുമഴ തന്നെയാ. എന്നാൽ ഇവൻ ചാകില്ല. മൈൻഡ് യുവർ സ്റ്റെപ്സ്. എന്താ? നിങ്ങൾ നിൽക്കുന്നത് ഇറ്റാലിയൻ മാർബിളിലാണ്. അത് ശരി. ഈ വീടിനകത്തിരുന്നാൽ ലോകം മുഴുവൻ കാണാം. ആംസ്റ്റർഡാം പൂക്കൾ, ജപ്പാൻ ഇലക്ട്രോണിക്സ്, ഫ്രഞ്ച് വൈൻസ്, ജർമ്മൻ കാർസ്, അങ്ങനെ പറഞ്ഞാൽ തീരൂല. പക്ഷേ ഈ വീട്ടിലൊരു ഇന്ത്യൻ ദിലീപ് സാർ താമസിക്കുന്നുണ്ട്. അതിൽ അഭിമാനിക്കാൻ വരൂ. ഇനി ഇവിടെ കാണുന്ന എല്ലാ സൗന്ദര്യ വസ്തുക്കളും ദിലീപ് സാറിന് മാത്രമുള്ളതാണ്. ഇതിൽ കൂടി കയറി മുകളിൽ പോയാൽ ദിലീപ് സാറിന്റെ ബെഡ്റൂം. ജെന്റ്സ് നോട്ട് അലൗഡ്. ആണുങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അദ്ദേഹം ആ റൂമിൽ പോകാറില്ല, ഒറ്റയ്ക്ക്. ഹലോ, അതെ, ഞാനാ സംസാരിക്കുന്നേ. പറയടാ, നീ വായി തോന്നിയതൊക്കെ പറ. എടോ പണ്ടാരക്കാല, തന്റെ പെണ്ണുമ്പിള്ളിയാ സംസാരിക്കുന്നേ. ഏയ്, എന്റെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതിൽ പകുതിയപ്പ സിനിമയിലുള്ളൂ. കുറച്ചുപേര് ജീവനോടുണ്ട്, അത്രേ ഉള്ളൂ. തന്നെ ഞാൻ ചൂലുകെട്ട് കൊണ്ട് വീശും, പറഞ്ഞേക്കാം. വീശടാ. ബാങ്ക് ബാലൻസ് ഉള്ള കാലം വരെ നീ, പേപ്പറും പേനയും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ കാണും. വാ നാറിക്കോട്ടെ, വാക്കുകൾ നാറരുത്. ഒരക്ഷരം മിണ്ടരുത്. നീ ഇങ്ങനെ ചാടുന്ന ഞാൻ കണ്ടിട്ടില്ല സന്താനം. കടല് ചിലപ്പോ ശാന്തമായിരിക്കും, അതിര് കടന്നാ സുനാമിയാകൂടാ. എവിടെ അണ്ണേ, ഒന്ന് കാണിക്ക്. ഞങ്ങള് സിനിമയിൽ തന്നെയാ ഉള്ളത്. വാ പൊത്തിക്കൊണ്ട് പിറകെ വാ. ശരി. എന്താ സന്താനം, സാറേ, പടം ചെയ്യാൻ പോവാണെന്നൊരു ബിഗ് ന്യൂസ് കണ്ടു. എവിടെ സാറേ, കാശുള്ളവരൊന്നും എന്റെ കഥ കേൾക്കുന്നില്ല. കാതുകൊണ്ട് അങ്ങ് കേട്ടിട്ട് ഗുണമില്ലെന്ന് പറഞ്ഞങ്ങ് പോവും. ഹലോ, ഏക് മിനിറ്റ്. ബോണി കപൂർ. ആ ബോണി ചെയ്യേ, പറയൂ പറയൂ. ശ്രീദേവിയുടെ ഭർത്താവാ. എന്താ കച്ചവടം ഡേറ്റ് ഇല്ലെന്നോ? ആ പ്രീതിസിന്റെ ആണെങ്കിൽ ഓക്കെ. ആ ഓക്കെ. മദർ ക്യാരക്ടറിന് ഹേമമാലിനി കുറച്ച് ഏജ് കൂടുതലായിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പിന്നെ നമുക്ക് നോക്കാം. പിന്നെ മ്യൂസിക് ഡിസ്കഷൻ നമുക്ക് മലേഷ്യ വെക്കണം. ആ ഓക്കെ. ആ സന്താനോ, പറയൂ സാർ. ആ കഥ ഞാൻ വായിച്ചു. അതിലൊരു സീനല്ല, 2 കോൺസ്റ്റബിൾ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലേ? ആ ഉണ്ട് സാറേ. അതങ്ങനെ വരാൻ പാടില്ലല്ലോ. വരാൻ പാടില്ല. അറസ്റ്റ് ചെയ്യാൻ വന്ന 2 പോലീസുകാർ എന്നെ തൊട്ടതും ഞാൻ അവരെ അടിക്കുന്നു. കറക്റ്റ്. വാനിൽ നിന്ന് 100 പോലീസുകാർ ഇറങ്ങുന്നു. അടിപൊളി സാർ. ഞാൻ അങ്ങനെ ജമ്പ് ചെയ്ത് അവർ അടിക്കുന്നു. ഇത് സ്ലോ മോഷൻ സാർ. അതിനുശേഷം ഞാൻ ജീപ്പ് എടുത്ത് പോലീസ് കമ്മീഷണർ വീട്ടിലേക്ക് നേരെ പോകുന്നു. ഒരു ചേസ്. അത് നമുക്ക് ഹെലികോപ്റ്ററിൽ നിർക്കാം. അതിനുശേഷം ഞാൻ ജീപ്പിന്റെ ഗ്ലാസ് ഉടച്ച് ജമ്പ് ചെയ്ത് പോലീസ് കമ്മീഷണർ ഓഫീസ് തകർത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. 2 പേരുടെ ക്ലോസപ്പ് എടുക്കുന്നു. സ്തംഭിച്ചു നിൽക്കുന്ന അദ്ദേഹം എന്താണെന്ന് എന്നോട് ചോദിക്കും. അറസ്റ്റ് മീ എന്ന് ഞാൻ പറയും. ഇതാണ് ഹീറോയിസം. പിന്നെ എന്റെ റേഞ്ചിന് കമ്മീഷണർ വന്ന് അറസ്റ്റ് ചെയ്യണം, അല്ലാതെ കോൺസ്റ്റബിൾ ഒന്ന് അറസ്റ്റ് ചെയ്ത ഫാൻസ് എല്ലാം സ്ക്രീൻ വലിച്ച് കീറും. പുറത്ത് ബസ് ട്രെയിനും ഒന്നും ഓടില്ല, ആവശ്യമില്ലാത്തൊരു ബന്ധം. ഈ കഥയിലെ ഹീറോ ഒരു സാധാരണ മനുഷ്യനാണ്. കമ്മീഷണർ വന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രം തീവ്രവാദി ഒന്നുമല്ല. നീ നിന്റെ കഥയെ വിശ്വസിച്ച് പടം എടുക്കുകയാണെങ്കിൽ ഹീറോയുടെ അടുത്ത് എന്തിനു വരണം? ഈ പടത്തിൽ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം. 1.5 കോടി കൊണ്ട് പടം തീർക്കാം. എനിക്ക് 15 കോടിയുടെ ബിസിനസ് ഉണ്ട്. ഇത് നോക്ക്, എന്നെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു, നിന്റെ കഥയെ വെച്ച് സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനം എടുത്തിട്ട് വന്നാൽ മതി. എന്താ നീ ഒന്നും പറയേണ്ട ശരത്തെ, നമുക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം. സാറേ, ആ ശർമ്മ സാറേ, സാറേ, സാറ് പറയുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്യാം. അതല്ല സന്താനം, ഇപ്പോ നിങ്ങൾ സീനിയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പിള്ളേർക്ക് അത് അറിയില്ലല്ലോ. ആരും എനിക്ക് വേണ്ടി പടം എടുക്കാൻ വന്നതല്ല. ഒരാൾക്ക് പടം എടുക്കണം, മറ്റൊരാൾക്ക് പണം എടുക്കണം. 15 കോടിക്ക് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് സ്റ്റാൻസ് ഫിലോസ്ഫി ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ശർമ്മ, ഈ പടം ചെയ്യണം. ശരി സാർ, ബാക്കിയെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. സാധനം മെഗാസ്റ്റാറിന്റെ ഇമേജിന് പറ്റിയതുപോലെ കഥ മാറ്റണം.
ഷൂട്ടിംഗ് സ്പോട്ടിൽ ദിലീപ് സാറിനെ എല്ലാവരും സാറെന്ന് വിളിക്കണം, അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന് വിളിക്കണം. ഇതൊന്നും അല്ലാതെ അങ്ങേരെ ആരെങ്കിലും പേര് വിളിച്ചാൽ പാക്കപ്പ് മെഗാസ്റ്റാർ പറഞ്ഞോളൂ. അയാള് പറഞ്ഞില്ലെങ്കിൽ ഇയാള് പറയും. അവസാനം എന്തു പറഞ്ഞു? ഒരു കോൺസ്റ്റബിൾ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യും? DGP തന്നെ വരണം എന്ന് പറഞ്ഞു. ഇതിന് കേരളത്തിൽ DGP വരുമോ? ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ വരൂ? സാർ, ഞാൻ സകല വില്ലന്മാരും വളച്ച ആളാ, പക്ഷെ ഇവൻ വില്ലാളി വീരന. എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് മതി സാർ. തീർച്ചയായിട്ടും. ശരത്തെ, ഇത് തന്റെ ജീവിതമാണ്, താനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് കുട്ടപ്പനെ 10 വർഷമായിട്ട് അറിയാം സർ. അവൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. അതിനവന് കുറച്ച് ദേഷ്യം കാണുമായിരിക്കും. എനിക്കൊരു ലൈഫ് കിട്ടുന്ന കാര്യമൊന്നും അവൻ ചെയ്യാതിരിക്കില്ല. ഒന്നാലോചിച്ചാ തന്റെ കഥ മോഷ്ടിച്ച് ഞാൻ പടവും എടുത്തു, അവനാണെങ്കിൽ വലിയ ആളുമായി. ഒന്ന് താന്നു കൊടുത്തേക്കാം. എന്തു പറയുന്നു? ശരിയാ സാർ. ദിലീപ് ലാൽ ഡേറ്റ് തന്നാ ഇത് നമുക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ സാർ. എന്തു പറയുന്നു ശരത്തെ? ഓക്കെ സർ. അപ്പൊ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. നമുക്ക് എല്ലാവർക്കും അവനെ സാറാ സാറെന്ന് വിളിക്കാന്നേ. സീൻ സർ. ശരി, ആയിക്കോട്ടെ.